നമസ്കാരം, പ്രിയപ്പെട്ട എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മൾ പറഞ്ഞ 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളിൽ നിന്നും മുഴുവൻ ചോദ്യങ്ങളും, കേരള ചരിത്രം, കേരള നവോത്ഥാനത്തിൽ നിന്ന് മുഴുവൻ ചോദ്യങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ വിവരം വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. LGSന്റെ 2024 മൂന്നാം ഘട്ട മത്സര പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് മുഴുവൻ ചോദ്യങ്ങളും, കേരള നവോത്ഥാനം ആയിക്കോട്ടെ, കേരള ചരിത്രം ആയിക്കോട്ടെ, എത്ര ചോദ്യങ്ങൾ ചോദിച്ചോ അത്രയും ചോദ്യങ്ങൾ 323 പ്രസ്താവന ചോദ്യങ്ങളുടെ PDF നോട്ടിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ 3 ദിവസം കൊണ്ട് നമ്മുടെ PSC ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന ടെലഗ്രാം കൂട്ടായ്മ വൈറലായിരിക്കുകയാണ്. കാരണം 3 ദിവസം കൊണ്ട് ഏകദേശം 3500-ലധികം ഉദ്യോഗാർത്ഥികളാണ് അതിൽ ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. നമ്മൾ നേരെ പ്രധാനപ്പെട്ട ആ ഒരു കണ്ടന്റിലേക്ക് പോവുകയാണ്. ഒന്ന്, നമ്മൾ ഈ കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം ഇതാണ്: മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേര് എന്ത് എന്നാണ് ചോദ്യം. ഉത്തരമായി നമുക്ക് വേണ്ടത് വില്യം ലോഗൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ലോഗൻ കമ്മീഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലബാറിലെ കർഷക കലാപം 1921 നടന്ന മലബാർ കലാപം ഉണ്ടല്ലോ. അപ്പൊ അതിനു മുന്നേ 1836 എന്ത് നടക്കുന്നുണ്ട്? മലബാർ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്ത് കർഷക കലാപം നടക്കുന്നുണ്ട്. ആ കർഷക കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേരാണ് ഈ വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ ചില ആളുകളെങ്കിലും മനസ്സിൽ വിചാരിക്കും, ഈ പറഞ്ഞ വില്യം ലോഗനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ഉണ്ടോ? ചോദ്യമുണ്ട്. നമ്മൾ ക്ലാസ്സിലും പ്രിന്റഡ് നോട്ടിലും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് വില്യം ലോഗനാണ്. കൊച്ചി മാനുവൽ എന്ന പുസ്തകം എഴുതിയത് C അച്യുതമേനോനാണ്. തിരുവിതാംകൂർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് നാഗമയ്യയാണ്. ഈ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കണം. അപ്പൊ അടുത്ത മത്സര പരീക്ഷയിൽ മലബാർ കലാപം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമല്ലോ. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേര് വില്യം ലോഗൻ കമ്മീഷൻ എന്നാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയ PDF നോട്ട്, 6 പേജുള്ള PDF നോട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളോട്, നിങ്ങൾ അത് പഠിക്കണം, അതിൽ നിന്ന് ചോദ്യം വരും. എന്നാൽ കഴിയുന്ന വിധത്തിൽ എല്ലാ എഫേർട്ട് ഇട്ടാണ് ആ പ്രിന്റഡ് നോട്ട് തന്നത്. അതിൽ നിന്ന് ആദ്യ ചോദ്യം മലബാറിലെ കർഷക കലാപങ്ങളുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ചോദ്യം കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറിച്യർ കലാപത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് രാമൻ നമ്പി എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് ഉറപ്പായും ചോദിക്കും, പ്രിന്റഡ് നോട്ടിലുണ്ട്. അപ്പൊ ചില ആളുകൾ വന്ന് കമന്റ് ചെയ്യും, ഇതൊക്കെ മുൻകാല വർഷ ചോദ്യമല്ലേ? ആണ്, സമ്മതിച്ചു, മുൻകാല വർഷ ചോദ്യമാണ്. ഈ പറയുന്ന എല്ലാം PYQ ആണ്, സമ്മതിച്ചു. അത് ഈ പറയുന്ന 323 ചോദ്യവും അടങ്ങുന്ന, അല്ലെങ്കിൽ 323 കണ്ടന്റ് അടങ്ങുന്ന ഒരു PDF-ൽ ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കര, എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള കണ്ടന്റ് എഫേർട്ട് ഇട്ടാണ് അത് ചെയ്തത്. അപ്പൊ അതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളോട് പങ്കിടുകയാണ്. അല്ലാതെ ഒരു അവകാശവാദം ഉന്നയിക്കുമല്ല. അടുത്ത മത്സര പരീക്ഷയിൽ ഈ പ്രിന്റഡ് നോട്ട് ഉറപ്പായി നിങ്ങൾ വായിക്കണം. അപ്പൊ കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? അത് രാമനമ്പിയാണ്. 1812 കുറിച്യർ കലാപം നടക്കുന്നത്. 3 പ്രധാനപ്പെട്ട വ്യക്തികളെ പഠിക്കണം. വെൺകലോൻ കേളു, 1000 വീട്ടിൽ കൊന്തപ്പൻ, രാമനമ്പി. ഈ കുറിച്യർ കലാപത്തിന് ഒരു മുദ്രാവാക്യമുണ്ട്: വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട A-Z കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെ NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. ഇത് സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. ഈ പറയുന്ന NCERT സ്കൂൾ ടെക്സ്റ്റ് നിങ്ങൾ കൊടുക്കുമ്പം വെട്ടിച്ചുട്ട് കലാപവുമായി ബന്ധപ്പെട്ട കണ്ടന്റാ പറഞ്ഞേക്കുന്നത്. വെട്ടിച്ചുട്ട് കലാപം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? കുറിച്യർ കലാപത്തിന്റെ മറ്റൊരു പേരാണ് വെട്ടിച്ചുട്ട് കലാപം. അപ്പൊ ആ ഒരു ചോദ്യം നമ്മൾ ഈ പറഞ്ഞേക്കുന്ന 323 ക്വസ്റ്റ്യനിലുണ്ടല്ലോ, അത് നിങ്ങൾ മറക്കരുത്. ഇത് PYQ ആണ്. നമ്മൾ നേരത്തെ എടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ മൂന്നാമത്തത്, സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെട്ടത്. ചട്ടമ്പി സ്വാമികളെയാണ് സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത്. ബാലഭട്ടാരകൻ, സർവ്വവിദ്യാധിരാജൻ, കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷനിൽ ശ്രീനാരായണ ഗുരു കൊടുത്തപ്പോണ്ട്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. വാഗ്ഭടാനന്ദനുമായി
ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ പേര് ആനന്ദ മഹാസഭ. അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അപ്പൊ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. അടുത്ത ചോദ്യം. അടുത്തത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? അവിടെ ചോദ്യം ഇതാണ്, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് അത് മിതവാദിയാണ്. കേരള കൗമുദിയല്ല, കേരള സഞ്ചാരിയല്ല, കേരള പത്രികയല്ല. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദി. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും വിവേകോദയം എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടോ? ഉണ്ട്, അത് വേറെ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസിക അല്ലെങ്കിൽ മുഖപത്രമാണ് വിവേകോദയം. ഇത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മിതവാദിയാണ്. മിതവാദി എന്നറിയപ്പെടുന്ന മാസികയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം നമുക്ക് വേണം. അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആ പ്രിന്റഡ് നോട്ടിലുണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയുന്നു, PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത ആ ടെലഗ്രാം കൂട്ടായ്മയിൽ ഈ പറഞ്ഞ PDF നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഈ പറഞ്ഞ PDF നോട്ടിലുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു സെഷനിൽ പറഞ്ഞോളാം. അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ചാന്നാർ കലാപം, പൂക്കോട്ടൂർ ലഹള, വൈക്കം സത്യാഗ്രഹം. രണ്ട് ലോജിക്കാണെന്ന് ഓർത്തു വെക്കണം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരത്തിന്റെ പേരാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് A-Z കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭം ചോദിച്ചാൽ അതിനുത്തരം ഏത് തന്നെ? ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം തന്നെ. 1924 മുതൽ 25 വരെ 603 ദിവസം നടന്ന സമരത്തിന്റെ പേരാണ് ഈ പറയുന്ന എന്ത്? വൈക്കം സത്യാഗ്രഹം. തീണ്ടൽ പലക കേരളത്തിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. വൈക്കം സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പ്രധാനി TK മാധവനാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കും. ആരുടെ നിർദ്ദേശപ്രകാരം? മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ആ ഒരു പ്രിന്റഡ് നോട്ടിൽ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ ഈ പറയുന്ന പ്രിന്റഡ് നോട്ട് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് ഉണ്ട്, എല്ലാ ദിവസവും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന കൂട്ടായ്മയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ വർക്കൗട്ടുകളുണ്ട്. 1 ലക്ഷം പോൾ വർക്കൗട്ട് നടത്തുന്നുണ്ട്. ഇപ്പം സൗജന്യ PDF നോട്ട് 500+ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏകദേശം 170 അധികം PDF നോട്ട് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ പോള്, അതിന്റെ പ്രിന്റഡ് നോട്ട്, ദെൻ അതിന്റെ പോസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈവ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCRT NCRT വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമും കണ്ടക്ട് ചെയ്യുന്നു. ഡെയിലി സയൻസിന്റെ PYQ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പം ഇനി എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ LGS 4ാം ഘട്ട പരീക്ഷ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഏത് നിലവാരത്തിലുള്ള പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങളെ പഠനത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക്, നിങ്ങൾ ഉന്നതങ്ങളിലേക്ക്, അതായത് റാങ്ക് ലിസ്റ്റിന്റെ ഉയർച്ചയിലേക്ക് എത്താൻ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ മാറും. അതിൽ തർക്കമില്ല. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.